ഹലോ മക്കളെ, അപ്പോൾ എന്താ ഒരു മിനിറ്റിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്കി, എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും നമുക്കറിയാം. നമ്മുടെ ഹോർമോൺ ആക്ഷനിൽ വരുന്ന ഏറ്റവും അവസാനത്തെ പാർട്ടാണ് നമ്മുടെ കോ ഫാക്ടറുകൾ. അപ്പോൾ അതിന്റെ ഒരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയാടാ, അപ്പോൾ എൻസൈം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എൻസൈം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോട്ടീൻ പാർട്ടും കാണും, നോൺ പ്രോട്ടീൻ പാർട്ടും കാണും. അപ്പോൾ ഈ നോൺ പ്രോട്ടീൻ പാർട്ടായിരിക്കും നമ്മുടെ ആര്, കോ ഫാക്ടറുകൾ. അപ്പോൾ ഈ പ്രോട്ടീൻ പാർട്ടായിരിക്കും നമ്മുടെ ആര് മക്കൾ, അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈമുകൾ. എന്താണ് അപ്പോ എൻസൈമുകൾ? അപ്പോൾ നോക്കി, അപ്പോൾ അതിൽ കോഫാക്ടറിന്റെ 3 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? കോഎൻസൈം, മെറ്റൽ അയൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആരാ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പുകളാണ് മറ്റൊരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ അപ്പോ എൻസൈമും, ബി എന്ന് പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ഈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഒരു ഹോർമോണൽ ആക്ടിവിറ്റി നഷ്ടപ്പെടും. എന്ത് ചെയ്യും? ഹോർമോണൽ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഹോർമോണൽ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഈ ഒരു കോഫാക്ടർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോണിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. The 2 type of cells in islets of Langerhans. Islets of Langerhans കാണപ്പെടുന്ന 2 ടൈപ്പ് ഓഫ് സെല്ലുകൾ നമുക്കറിയാം. ആൽഫ സെൽസും ബീറ്റ സെൽസും. നമുക്കറിയാം ഏതൊക്കെയാണ്? നമ്മൾ ആൽഫ സെൽസും കാണപ്പെടുന്നുണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. റൈറ്റ് ഇനി 1 ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് സെൽസ്. ഈ ഓരോ സെല്ലിലെ ഫംഗ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ ഓരോ സെല്ലിലെ ഫംഗ്ഷൻ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ 2 സെല്ല് അല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എവിടെ കാണപ്പെടുന്നത്? എല്ലാവർക്കും അറിയാമായിരിക്കും മക്കളെ, പാൻക്രിയാസിൽ കാണപ്പെടും. എവിടെ കാണപ്പെടും? പാൻക്രിയാസിൽ കാണപ്പെടും. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.